അല്ല, പരിക്ക് നല്ല ഗുരുതരമാണ്. അവർ വന്ന് അവർ മെഡിക്കൽ കോളേജ് അവിടെ വന്ന് വണ്ടാനത്ത് വന്നപ്പോഴത്തേക്ക് അവർ കണ്ടതാണ്. ആദ്യം ഞങ്ങളായിട്ട് കുറേ തർക്കിച്ച് നിന്ന ശേഷം രണ്ടു പോലീസുകാർ അവിടെ ചെന്ന് കയറി ചെന്ന് കണ്ടാണ് അവരുടെ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഒരാൾ അതിൻ്റെ അകത്ത് വന്ന് പറയുകയും ചെയ്തു, ഇച്ചിരി ഇതാണല്ലേ എന്ന്. ലാസ്റ്റ് അവർ മാന്യമര്യാദയിലാണ് സംസാരമായിട്ട് വന്നത്. പിന്നീട് കുറച്ചുകൂടെ മയത്തിലൊക്കെയാണ് സംസാരിച്ചത്. പിന്നീട് അവൻ്റെ ഇത് കണ്ടിട്ട് അവനൊന്ന് സംസാരിക്കാൻ പോലും ഒരു ഇതില്ലായിരുന്നു അവനവിടെ കൊണ്ടുവരുന്നവരെ. കാരണം അവിടെ നിന്ന് വീണ് കഴിഞ്ഞതിന് ശേഷം അവനെ അവിടെ ഈ പോലീസുകാരനെ വീണെടുപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ ഒരു മര്യാദക്കാണ് ചെന്ന് പൊക്കിയെടുക്കുന്നത്. ഞാൻ നേരെ പൊക്കിയെടുത്ത് പുള്ളിനെ പൊക്കിയെടുത്തിട്ട് പൊങ്ങാഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ഒരു ചേട്ടൻ വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞ് വേറെ ആരും ഇല്ലായിരുന്നു പറഞ്ഞു. പക്ഷേ അതല്ല, വേറൊരു ചേട്ടൻ വണ്ടിയിൽ വരുന്നുണ്ട്. പുള്ളിനെ അവിടെ റോഡ് തടഞ്ഞു നിർത്തിയിട്ട് പുള്ളിയും കൂടെ വന്നിട്ടാണ് ഈ പോലീസിനെ പൊക്കിയെടുത്തിട്ടാണ് നമ്മൾ ജീപ്പിലോട്ട് കയറുന്നത്. അപ്പോഴാണ് ഞാൻ പോലീസിനെ സാറ് ഒരു ഉപകാരം ചെയ്യണം, അവനോട് കൊണ്ടുപോകണം. അപ്പോൾ എന്നോട് എടുത്ത് വായിക്ക് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ അവനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ വെച്ചാൽ മതി, ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുത്ത് നേരെ വെച്ച് വിടുകയോ ചെയ്തത്. നല്ല സ്പീഡിലാണ് പോയത്. അപ്പം മരിച്ചു കിടക്കുന്ന ആരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പോകുമ്പോൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോകണം, അതാണ് കാണിക്കേണ്ടത്. ഇതല്ല കാണിച്ചത്. ആ പോലീസുകാരെ കൊണ്ടാണ് പോകുന്നത് തന്നെ. അങ്ങനെ കൊണ്ടുപോയി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. നമ്മൾ കാണിച്ചത് മര്യാദ, തിരിച്ചത് പ്രതീക്ഷിച്ചു. പക്ഷേ അത് കിട്ടിയില്ല നമ്മൾക്ക്. അങ്ങനെ വേറെ രണ്ടുപേർ വണ്ടിയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടിനോട് കിടക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ പയ്യ വാന്ന് പറഞ്ഞു. കാരണം അപ്പോൾ എന്നോട് ചെന്തൂരി ചോദിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പുള്ളിക്കാരൻ മറി വന്ന് എൻ്റെ വണ്ടി എടുത്ത് വെച്ച് തന്നു. അവിടെ ഇവനെ കൊണ്ട് അവിടെ പോവാം. അപ്പോൾ അവൻ ബ്ലഡിൽ കുളിച്ചിരിക്കുക. എവിടെ നിന്നൊക്കെയാണോ, ഇപ്പോൾ മൂക്കിൽ നിന്നാണോ ചെവിയിൽ നിന്നാണോ ബ്ലഡ് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എന്നോട് വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു. അങ്ങനെ വണ്ടിക്കകത്ത് ഞാൻ നേരെ കയറ്റി ഞാൻ കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു. കെട്ടിപ്പിടിച്ച് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ബെൽറ്റ് ടൈറ്റായിട്ടാണ് ഞാൻ ഇവനെ കൊണ്ട് ഓടിച്ചു പോകുന്നത്. അല്ലാതെ ഫുള്ളായിട്ടല്ല നമ്മൾ ചെയ്തേക്കുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് ഞാനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവനിങ്ങനെ കിടന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ടൈറ്റായിട്ടാണ് എൻ്റെ വണ്ടി കൊണ്ട് ഓടിച്ച് പോകുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ വേറെ ആവശ്യപ്പെടുന്ന വെച്ചാൽ നീ എന്നോട് വരുന്നേരം നീ സംസാരം ഉണ്ടോ എന്തോ എന്നോട് ഇതാകാമെന്ന് പറഞ്ഞു. കാരണം ഉറങ്ങിപ്പോയി എന്ത് പറ്റിപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നീ എന്നോട് മിണ്ടിയും പറഞ്ഞാണ് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ പോയി സ്പീഡിൽ വണ്ടി ഓടിച്ച് കയറാം. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ വേണ്ടേ. ഇല്ല, നമ്മൾ വന്നത് നിയമം ലംഘിച്ചാണ് ഓടിച്ചത് എന്നാണ് പോലീസ്. അല്ല, അത് ഇവിടുത്തെ CCTV ആയിരിക്കും കിട്ടി. അവിടുത്തെ CCTV കാര്യങ്ങളൊക്കെ കാലത്ത് ഹെൽമെറ്റും കാണാനെല്ലാം ഉണ്ട് അതിനകത്ത്. ഈ അപകടം നടന്ന ശേഷമാണ് ഹെൽമെറ്റ് തെറിച്ച് പോകുന്നത്. അതിന് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ലൂസായിരുന്നു. അങ്ങനെയാണ് തെറിച്ചു. അത് ചെരുപ്പ് വരെ അവിടെ കിടപ്പുണ്ട്. ചെരുപ്പ്, ഹെൽമെറ്റ്, എൻ്റെ വണ്ടിയുടെ പാർട്സ് വരെ കിടപ്പുണ്ട്. ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് അവനെ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എനിക്ക് അതേ ഉള്ളതെന്ന് വിചാരം. അങ്ങനെയാണ് നേരെ കൊണ്ടുവന്നത്. ഇവരിപ്പോൾ ഈ CCTV എന്ന് പറയുന്നത് ചെട്ടിയാർത്ത വാതികരണം ഇരിപ്പുണ്ട്. ആ CCTV കാണുന്നത്. ആ CCTV ഞാൻ വണ്ടി കൊണ്ട് നിർത്തുന്നുണ്ട്. ഇവൻ ആ വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ സെക്യൂരിറ്റി ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ചേട്ടാ ഇവിടെ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടച്ചിട്ടെന്ന് ചോദിച്ചു. ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേരെ ഞാൻ ഇവൻ നേരെ പയ്യെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവർ ചെരുപ്പ് പോകുന്നുണ്ട്. ചെരുപ്പിലൊക്കെ നിറച്ച് ചോരമുണ്ട്, മുഖത്തൊക്കെ ചോരമുണ്ട്. ഇവൻ ഞൊണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നേരെ ചെന്ന് എനിക്കൊരു TT എടുത്ത് ഇവൻ ഡ്രസ്സിംഗ് റൂമിലോട്ട് കയറി. അവിടുന്ന് ഒരു ചീട്ട് തന്നു, എനിക്കും തന്നു ചീട്ട്. നേരെ വണ്ടാനത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ നമ്മളവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇവർ പറയുന്നുണ്ടല്ലോ എന്തോ പട്ടി വട്ടഞ്ഞാടി കാര്യത്തിലാണ് പറയുന്നത് പറഞ്ഞു. നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേടി കൊണ്ട് നമ്മൾ പറഞ്ഞു പോയത്. പിന്നെ നമ്മൾ തന്നെ രണ്ടാമത് തിരുത്തത് പറഞ്ഞു, ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞത്. അസുഖം പേടിച്ചു പോയി. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് പേടിച്ചു. അതാണ് പറഞ്ഞത് പട്ടി വട്ടഞ്ഞാടി എന്ന് പറഞ്ഞത്. രണ്ടാമത് നമ്മൾ കറക്റ്റ് കാര്യം തന്നെ പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ ഈ ഇവിടെ നിന്നിട്ട് ഒബ്ബ് ചീട്ടിലാണെങ്കിലും ശരി, വണ്ടാനത്ത് ചീട്ടിലാണെങ്കിലും ശരി, ആൽക്കോളായിട്ടൊന്നും അത് എഴുതിയിട്ടും പിടിച്ചിട്ടൊന്നും ഇല്ല. അതുപോലെ തന്നെ അവൻ്റെ അകത്തും അവനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. കാരണം ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ ഞാൻ പോയിട്ടില്ലായിരുന്നു. അവൻ ഈ ഡോക്ടർമാർ നോക്കുന്ന സമയത്ത് അവർക്ക് ശരീരം ആണെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതുപോലെ അവർക്ക് അടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളെ കൊണ്ടുവന്ന സമയത്ത് തന്നെ വേറൊരു പയ്യനപ്പുറത്ത് ആക്സിഡൻറ്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ തന്നെ ഒരു ഡോക്ടറിനെ പറയുന്നുണ്ട്, അപ്പുറത്തേക്ക് ചെറുക്കാൻ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അവന് ഭയങ്കര സ്മെല്ലുണ്ടെന്ന്. എന്നാൽ ഞങ്ങൾ മദ്യപിച്ചിട്ടുണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ. എൻ്റെ അടുത്ത് വന്ന ഡോക്ടറെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഞാൻ മാസ്കോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് കൂടിയില്ല. അവർ ധൈര്യമായിട്ട് പറയാമായിരുന്നു. മദ്യപിച്ചിട്ടില്ലായിരുന്നു ഉറപ്പില്ല. അതെ, മദ്യപിച്ചില്ലെന്ന് ഉറപ്പ്. അവിടെ നിന്ന് ഒപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടുന്ന് കിട്ടിയ ചീട്ടില്ലാത്ത മദ്യപിച്ചിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യം തന്നെ നോക്കണേ. നമ്മൾ ഒരാൾ പരിശോധിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഡോക്ടറാണെന്ന് ജസ്റ്റ് നമ്മൾ ചോദിക്കും മദ്യപിച്ചിട്ടുണ്ട്. ഇത് നമ്മളോട് അങ്ങനെ ഒന്നും ഡോക്ടർ ചോദിക്കാൻ പിടിക്കാൻ നിന്നില്ലായിരുന്നു തന്നെ. നേരെ വന്ന് അവൻ്റെ മുഖത്തോട്ട് വന്നിട്ട് ഓരോ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നെ വന്ന് ഡ്രസ്സ് ചെയ്ത് തന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുക പറയുക ഒന്നും ചെയ്തില്ല അവർ. മദ്യപിച്ചിട്ടുണ്ടല്ലോ. ഞാൻ മാസ്ക് വെള്ളമൊന്നും വെച്ചിട്ടില്ല. അതിന് എന്താ പോലീസ് കേസെടുത്തേക്കണ സ്ഥിതിക്ക് അടുത്ത നടപടി എന്തായിരിക്കും? ഇപ്പം എന്താ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ഇപ്പോൾ എന്തോ അവൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, അവൻ ഇന്നോ നാളെ നടത്താൻ ഓപ്പറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖത്തൊക്കെ നല്ല നീരും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗുരുതര പരിക്കല്ലാന്നാണ് പോലീസ്. അവർ പറഞ്ഞ ഗുരുതര പരിക്കല്ലാന്നാണ്. പക്ഷേ മൂക്കിൻ്റെ പാലമാണ് പൊട്ടിയിരിക്കുന്നത്. മൂക്കിൻ്റെ പാലത്തിൽ പൊട്ടലുണ്ട്, കാലിൽ പൊട്ടലുണ്ട്, പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളുണ്ട്. മേത്ത് ഭാഗത്ത് സ്റ്റിച്ചുണ്ട്, പുറത്ത് സ്റ്റിച്ചുണ്ട്. അപ്പോൾ അവൻ്റെ കൈയുടെ ഇവിടെ ശരിക്ക് നല്ല ഇത് പരിവൊക്കെയാണ് തൊലിയൊക്കെ പോയിട്ടുള്ളത്. അവർക്ക് ആഹാരം കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇന്നാണ് കുറച്ചുകൂടെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ നിൽക്കുന്നത്. അതാണ്. എന്നിട്ടാണ് അവർ പറഞ്ഞത് അവർക്ക് പരിക്കില്ല എന്ന്. അവന് നല്ല പരിക്കുണ്ട്. പോലീസ് അപ്പോൾ ഇത് ആസൂത്രിതമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. ഇപ്പോൾ അവർ കാണിച്ചിരുന്ന ഇപ്പോൾ അവർ രണ്ടുപേരേ ഉള്ളൂ. ഇപ്പോൾ അവർ മദ്യപിച്ചെന്ന് നമുക്ക് വേണം പറയാം. അവർ പറയാം നമ്മൾ മദ്യപിച്ചിട്ടുണ്ടോ, അങ്ങനെയാണ് നമുക്കും പറയാം അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാം. അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പോലീസുകാർ വീടപ്പോൾ മറ്റേ പോലീസുകാരോട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു ഇപ്പോൾ ഒരാൾ വീടപ്പോൾ സപ്രത്തം വീടാൻ നേരം മറ്റുള്ള ഓടിയോ അങ്ങനെയാണ് ഓടിയെന്ന് അതിന് രക്ഷപ്പെടുത്തേണ്ടത്. ഇത് പുള്ളി അവിടെ നോക്കി നിന്നിട്ട് ഞാനാണ് ഓടിപ്പോയി പിടിക്കുന്നത് പുള്ളിനെ തന്നെ. എന്നിട്ടാണ് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് എല്ലാവരും പറയും ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
എന്തുവാ മതിയോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞാണ് വണ്ടി കയറുന്നു പറഞ്ഞാണ്. എന്നിട്ട് അവൻ കയറിയില്ലെന്നാണ് പറഞ്ഞത്, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഒരിക്കലും പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ വെച്ചാൽ പറഞ്ഞിട്ട് കൂടില്ല. ഞാൻ പറഞ്ഞ സാറിനോട്, സാറേ എൻ്റെ കൂട്ടിനോടൊക്കെ ഒന്ന് കൊണ്ടു ഹോസ്പിറ്റലിൽ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തടിക്കാൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, അവിടെ നീ ഒരു കാര്യം, നീ അവനോട് പോയിക്കോളാം. അവൻ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയിൽ ഞാൻ അവനെ കൊണ്ട് അവിടം വരെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്കിവിടെ പോലെ ഹോസ്പിറ്റലിൽ വല്ല അറിയാമെങ്കിൽ ഞാൻ ഇവിടെ പോകത്തുള്ളായിരുന്നു, അടുത്ത് വല്ലതും. എനിക്കറിയത്തില്ല. എന്നിട്ട് വണ്ടാടുത്ത് വന്നപ്പോൾ പോലീസുകാരനോട് ചോദിച്ചാൽ നിന്നോട് ഞാൻ കയറാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സാറേ എപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു. സാർ എന്നോട് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആർത്തിങ്ങപ്പോൾ അപ്പുറത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടാകും, എനിക്ക് അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല. അതാണ് ഞാൻ സാറോട് ചോദിച്ചു, സാറേ ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാർ കൊണ്ടുവന്ന കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് നീ അവനെ കൊണ്ട് പോയിച്ചാൽ മതി, ഞാൻ കൊണ്ടുപോകാൻ ഞാൻ അവനെ കൊണ്ട് പോകാൻ കൊണ്ട് നേരെ പുള്ളി പോയി. അല്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്ക് ഇവിടെ അറിയത്തുള്ളൂ, ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പോലീസ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അവർക്കുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അപ്പോൾ ഞാൻ പുള്ളി അവിടെ വീണ് കിടന്നപ്പോഴേക്കും പോയി പിടിച്ച് ഞാനാണ്. എന്നാൽ മറ്റേ പുള്ളി അവിടെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. കാരണം ഇവരുടെ ടോർച്ചോ ലൈറ്റോ കാര്യങ്ങളായിട്ടോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇവരങ്ങനെ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മദ്യപിച്ചെന്ന് ഇവരങ്ങനെ കണ്ടു. അവിടെ നിന്ന് കിട്ടിയ ചീട്ടിൻ്റെ അകത്ത് അവർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലൊന്നും ആരും ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പോൾ അവൻ്റെ അമ്മ നിൽക്കുന്ന ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് മദ്യപ്രധാരം വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ചീട്ടും കാലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നീടാണ് പോലീസുകാർ ഈ ചീട്ടും കൊണ്ട് വരുന്നത്. ഇപ്പം മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചീട്ട് കൊണ്ട്. അതിൻ്റെ അകത്തും പോലും ഇല്ല മദ്യപിച്ചിട്ടുണ്ടെന്ന കാര്യമാണ്. പിന്നെ ഇവിടെ വെച്ച് ബ്ലഡും കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്തിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞെന്നാണ് ഞാൻ ചോദിക്കുന്നത്.